3-4 ദശകങ്ങളായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യൻ ദാർശനികതയുടെ ശാഖകളിൽ നിന്ന് തെന്നിമാറി നിന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഹിന്ദുത്വ രാഷ്ട്രവാദം ഇന്ത്യയിൽ ഉയരാൻ കാരണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉപനിഷത്തിനെയും ഭാഗവതത്തിനെയും രാമായണത്തിനെയും മഹാഭാരതത്തിനെയും ദുർവ്യാഖ്യാനിക്കാൻ RSSകാർക്ക് കൈവിട്ടുകൊടുത്തു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ മൺമറഞ്ഞ നേതാക്കന്മാരുടെ ലോകത്ത് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പഠിക്കാനോ അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കാനോ അതിൻ്റെ ഗഹനമായ ആശയങ്ങളെ സമ്പുഷ്ടമായ രീതിയിൽ സദ്ഗുണപരമായ രീതിയിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മടി കാണിച്ചു. അതിൽ നിന്ന് തെന്നി മാറി. ഇതൊക്കെ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. RSS ഇന്ത്യയിൽ രൂപീകൃതമാകുന്ന 925 അതേ കൊല്ലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ഇന്ത്യയിൽ. ഇന്ന് RSS എവിടെ നിൽക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു? പരിശോധിക്കേണ്ടത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കടമയാണ്, ആത്മാർത്ഥമായിട്ടുള്ള കടമ. ഇന്ന് മതേതരത്വത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മതാധിഷ്ഠിത രാഷ്ട്രം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഇന്ത്യയുടെ പൈതൃകം മതാധിഷ്ഠിതമായ രാഷ്ട്രത്തിൻ്റെയുള്ള പൈതൃകമല്ലല്ലോ. ഉപനിഷത്ത് പറയുന്നത് മുഴുവൻ വൈവിധ്യങ്ങളെക്കുറിച്ചാണ്, ബഹുസ്വരതയെക്കുറിച്ചാണ്, വ്യത്യസ്ത ചിന്തകളെക്കുറിച്ചാണ്. ഇന്ത്യൻ ദർശനത്തിൽ ഭൗതികവാദമുണ്ട്, ആത്മീയവാദമുണ്ട്, പ്രതിലോമകരമായിട്ടുള്ള വാദങ്ങളുണ്ട്, പുരോഗമനപരമായ വാദങ്ങളുണ്ട്, ലോകായുധ സിദ്ധാന്തങ്ങളുണ്ട്. ചാർവാകന്മാരെ കാണാം, ബുദ്ധനെ കാണാം, ജൈനനെ കാണാം. അങ്ങനെ പലതര വ്യത്യസ്ത ചിന്തകളുടെ സമന്വയമാണ് ഇന്ത്യൻ ദർശനം. ഏകശിലാരൂപത്തിലുള്ള വാദഗതികളുണ്ട്, അതും ഇന്ത്യൻ ദർശനങ്ങളിൽ കാണാം. ഹോമങ്ങൾ കാണാം, യജ്ഞങ്ങൾ കാണാം, ഈ നരബലികൾ കാണാം, മൃഗബലികൾ കാണാം. ഇങ്ങനെ പലതും ഇന്ത്യയുടെ പഴയ കൃതികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവിടെയൊക്കെ തന്നെ ദൈവത്തെ നിഷേധിച്ചവരെ കാണാം. അതിപുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമെന്ന് ഉദ്ഘോഷിച്ച കണാദനെയും കപിലനെയും കാണാം, ബാദരായണനെ കാണാം. ഇങ്ങനെ പല തരത്തിലുള്ള മഹാപണ്ഡിതന്മാർ സഞ്ചരിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ നിന്ന് വൈവിധ്യവുമില്ല, ബഹുസ്വരതയുമില്ല. ഞങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ പറയുക, ഞങ്ങൾ കേൾക്കാൻ പറയുന്നത് കേൾക്കുക, ഞങ്ങൾ കാണാൻ പറയുന്നത് കാണുക എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു ഭരണകൂടം അധികാരത്തിലെത്തി എന്നുള്ളതിൻ്റെ കാരണം ഈ പറയുന്ന ഉജ്ജ്വലമായിട്ടുള്ള ദർശനങ്ങളിൽ നിന്ന് നമ്മൾ വളരെയധികം മാറി സഞ്ചരിച്ചു. മനുഷ്യന്റെ മനസ്സിനെ സങ്കുചിതമാക്കാൻ 100 കൊല്ലമായി RSSന് കഴിഞ്ഞു. ഏകശിലാരൂപത്തിലുള്ള ഒരു രാഷ്ട്രമാണ് ലോകത്തിന്റെ എല്ലാ പുരോഗമനത്തിനും അടിസ്ഥാന കാരണമെന്ന് അവർ വ്യാപരിപ്പിച്ചു. മറ്റെല്ലാ വിഭാഗങ്ങളും തങ്ങളുടെ കീഴിൽ നിൽക്കണമെന്നുള്ള ചാതുർവർണ്ണ സിദ്ധാന്തം ബ്രാഹ്മണ മതം ഉദ്ഘോഷിച്ചു. ബ്രാഹ്മണ മതം ഉദ്ഘോഷിക്കുന്നത് RSSകാരല്ല. അതിനു മുൻപ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉദ്ഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചാതുർവർണ്ണ സംസ്കാരം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന ഈ തരത്തിലുള്ള വിഭാഗീയ ചിന്താഗതികളെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് അതിനെ ഗഹനമായ രൂപത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക എന്നുള്ള പ്രക്രിയയിലേക്കാണ് RSS 925 മുതൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ളത്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിമാർക്ക് പല പേരുകളും ഉണ്ടായിട്ടുണ്ട്, ആദ്യത്തെ പ്രധാനമന്ത്രി മുതൽ ഈ പ്രധാനമന്ത്രി വരെ. പക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേധാവിത്വം മുഴുവൻ കൈയാളുന്നത് ബ്രാഹ്മണ്യമാണ്. ബ്രാഹ്മണിസം ഇസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി, അതൊരു സോഷ്യൽ ഐഡിയോളജിയാണ്. ആ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഇന്ത്യക്ക് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മതേതരത്വത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തം നമ്മൾ ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തിനുള്ളിൽ പ്രത്യക്ഷമായി കണ്ടു. ഒരു അമ്പലത്തിൻ്റെ ഉദ്ഘാടനം കണ്ടു. ഒരു പാർലമെന്റിലേക്ക് സന്യാസിമാരുടെ അകമ്പടിയോടുകൂടി പ്രധാനമന്ത്രി കയറി വന്ന ചിത്രം നമ്മൾ കണ്ടു. ഈ പറഞ്ഞ ദർശനങ്ങളെ കുടലെടുത്ത രാഷ്ട്രത്തിൽ, ഈ പറഞ്ഞ ജവഹർലാൽ നെഹ്റു ഭരിച്ച രാഷ്ട്രത്തിൽ, ഉന്നതമായിട്ടുള്ള പാണ്ഡിത്യത്തിന്റെ വിജ്ഞാന ഗോപുരങ്ങൾ വിരാജിച്ചിട്ടുള്ള ഭാരതത്തിന്റെ മണ്ണിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിലേക്ക് ചെങ്കോല് പിടിച്ചുകൊണ്ട് സന്യാസിമാരുടെ അകമ്പടിയോടുകൂടിയിട്ട് ഇന്നത്തെ ഭരണാധികാരി കയറി വരുമ്പോൾ ഉണ്ടായ ദൃശ്യമെന്താ?
ഇന്ത്യൻ ജനങ്ങൾ നിശബ്ദരായി നിസ്സംഗരായി അത് കണ്ടുകൊണ്ട് മറുഭാഗത്തുള്ള ഹിന്ദുത്വ രാഷ്ട്രവാദത്തിന്റെ കോടാനുകൂടി വരുന്ന ജനങ്ങൾ അതിന് കൈയടിച്ചു. ഒരു രാഷ്ട്രത്തിന്റെ ചിന്ത എപ്പോഴും ഭരണാധിപന്മാരുടെ ചിന്തയായിരിക്കും ബഹുഭൂരിഭാഗം വരുന്ന ജനതയും സ്വീകരിക്കുക. ആ ചിന്തകൾക്കെതിരായിട്ടുള്ള വ്യത്യസ്തപരമായ ചിന്തകൾ ഉയർന്നു വരണമെങ്കിൽ താഴെക്കിടയിലുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരണം. ഭരിക്കപ്പെടുന്നവരുടെ ഉള്ളിൽ നിന്ന് ചിന്തകൾ ഉയർന്നു വരണം. ആ ഭരിക്കപ്പെടുന്നവരുടെ ഉള്ളിൽ നിന്ന് ചിന്തകൾ ഉയർന്നു വരാൻ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ സാമൂഹിക മേധാശക്തികൾ സമ്മതിച്ചിട്ടില്ല. ആഗോളവൽക്കരണം തുടങ്ങിയ നാൾ മുതൽ ജവഹർലാൽ നെഹ്റു ചിന്തയുടെ ഒരു വ്യാപരണത്തിന്റെ വക്താവായിരുന്നു. സയന്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക് ലോകത്തില് അധികം ഉദ്ഘോഷിച്ചത് നെഹ്റുവാണ്. യുക്തിചിന്തയോടുകൂടി ശാസ്ത്രീയ വീക്ഷണത്തോടുകൂടി ജീവിക്കാൻ ലോകത്തെ പഠിപ്പിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ ആ നെഹ്റുവിന്റെ ഇന്ത്യയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ അരങ്ങേറുമ്പോൾ ഇതേ നെഹ്റു ഭരിക്കുന്ന കാലയളവിൽ രാഷ്ട്രപതി ഭവനിൽ ബാബു രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്നതിന് മുൻപേ മൗണ്ട്ബാറ്റൻ വിട പറയുന്ന സമയത്ത് ഒരു പൂജ നടത്തി. ആ രാഷ്ട്രപതി ഭവനം ശുദ്ധീകരിക്കാൻ യജ്ഞങ്ങളും ഹോമങ്ങളും നടന്നു. ഇതേ മഠത്തിലെ പൂർവ്വ സന്യാസിമാരെയാ കൊണ്ടുപോയത് കാഞ്ചീപുരം മഠത്തിൽ. അന്ന് എല്ലാവരും അതുപോലെ സന്നിഹിതരായിരുന്നു. രാജഗോപാലാചാരി, സർദാർ പട്ടേൽ, മൗലാന ആസാദ്, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, മൗണ്ട്ബാറ്റൻ അടക്കം നെഹ്റുവിനെയും വിളിച്ചു. നെഹ്റു പോവാൻ കൂട്ടാക്കിയില്ല. അവസാനം രാജഗോപാലാചാരിയുടെ നിർബന്ധത്തിന് വഴങ്ങി നെഹ്റു അവിടെ പോയി. പൂജാതി കർമ്മങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു, ഞാൻ ഇനി പോവാറുണ്ട്, അവിടെ നിന്ന് പോകും. ഈ കോമാളിത്തരം കാണാൻ എനിക്ക് സഹിക്കുന്നില്ല. അങ്ങനെ പോകുന്ന പോക്കല നെഹ്റുവിന്റെ കൈ പിടിച്ച് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, ജവഹർലാൽ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? റിപ്പബ്ലിക് ദിനം 26-ാം തീയതിയാണല്ലോ. അതൊന്ന് 25-ഓ 27-ഓ ആക്കണം. ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ട് അത് ഗുണമല്ല, ദിവസമല്ല. ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ സുപ്രസിദ്ധമായ മറുപടി ഉണ്ട്, ഒന്നെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ഇന്ത്യ ഭരിക്കേണ്ടത് ജ്യോത്സ്യന്മാരല്ല, ജനാധിപത്യ നായകന്മാരാണ്. ആ പറഞ്ഞ രാഷ്ട്രത്തിലാണ് ഈ പറഞ്ഞ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടന്നത്. എന്തേ ഇന്ത്യ ഇങ്ങനെയാകാൻ കാരണം? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപചയമാണ് അതിന്റെ കാരണം. മതേതര പ്രസ്ഥാനങ്ങളുടെ അപചയമാണ് അതിന്റെ കാരണം. ആശയങ്ങളുടെ അപജയമല്ല, പ്രവർത്തന ശൈലിയുടെ അപജയങ്ങൾ. RSS ഇന്ത്യയുടെ സമസ്ത മേഖലകളിലും സമഗ്രാധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഫാസിസ്റ്റ് ആശയങ്ങളെ ചെറുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. സാമ്പ്രദായികമായിട്ടുള്ള പാർട്ടി പരിപാടികളിലൂടെയോ സാമ്പ്രദായികമായിട്ടുള്ള കീഴ്വഴക്കങ്ങളുടെ ഒന്നും ഫാസിസം തകരാൻ പോകുന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം. തകരില്ല എന്നുള്ളത്. ഫാസിസത്തിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഭഗീരഥമായ സംഘടനാ പ്രവർത്തനവും ആശയപ്രവർത്തനവും വേണം. ആശയപ്രവർത്തനം എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലുള്ള സഖാക്കൾ മുതൽ മുകൾ തട്ടിലുള്ള സഖാക്കൾ വരെ ആശയപരമായ ബോധവൽക്കരണം നടത്തണം. ഫാസിസത്തിനെതിരായി ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കണം, ഇന്ത്യൻ ദർശനങ്ങൾ പഠിപ്പിക്കണം, ഇന്ത്യൻ മാനുഷിക ചരിത്രത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളെക്കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. സഖാക്കൾക്ക് മാത്രമല്ല, ജനങ്ങൾക്ക്. ഇന്ന് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് ബഹുഭൂരിഭാഗം വരുന്നവരും RSS അനുഭാവികളാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 36% ജനത മിഡിൽ ക്ലാസ് ആണ്. അമർത്യ സെന്റെ ഒക്കെ ഡാറ്റ പ്രകാരം, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം. ആ 36% പേരിൽ ബഹുഭൂരിഭാഗം വരുന്നവരും BJP RSS അനുകൂലികളാണ്. പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, IT സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ എല്ലാവരും. ഇങ്ങനെ ഇത് സംഭവിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാധാരണ ജനവിഭാഗങ്ങളോടൊപ്പം തോളോട് തോളുരുമി നിന്നുകൊണ്ട് ഗാന്ധിജിയോടൊപ്പം, നെഹ്റുവിനോടൊപ്പം, അതിൻ്റെ മുൻപേയും ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പടയാളികളായിട്ടിരുന്നവരായ ഇന്ത്യൻ മിഡിൽ ക്ലാസ്. ഇവിടെ എത്രയെത്ര തൊഴിലാളി സമരങ്ങൾ നടന്നു, എത്രയെത്ര കാർഷിക മേഖലകളിലെ സമരങ്ങൾ നടന്നു. ഭൂജന്മിമാരടക്കം ഈ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യൻ മിഡിൽ ക്ലാസ് അപ്രത്യക്ഷമാണ്. അവർ സമരം ചെയ്യാനില്ല. കാരണം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, ഒരുപാട് ത്യജിക്കേണ്ടി വരും. അങ്ങനെ തങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്ത സുഖ സൗകര്യങ്ങൾ ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കഴിഞ്ഞ 34 കൊല്ലം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും പ്രൊഫസറോ ഡോക്ടർമാരോ
3 മണിക്കൂറിനപ്പുറം നിൽക്കുന്നൊരു സമരം നടത്തിയിട്ട് വല്ലതും കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ 3.5 ദശകമായിട്ട്? സർക്കാർ ജീവനക്കാരനെ പരമാവധി ഒരു ദിവസം നടത്തും, അതിനപ്പുറത്തേക്ക് പോയില്ല. ഇന്ത്യയിൽ ഒരു സമരം നടന്നു 2 കൊല്ലം മുമ്പേ, 1 കൊല്ലം നീണ്ടു നിന്ന കർഷക സമരം. അത്തരത്തിലുള്ള സമരമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്, മതേതരത്വത്തിന്റെ വീണ്ടെടുക്കാൻ. ആ സമരം ചെയ്യാൻ ഇവിടെ ആരുണ്ട് എന്നാ ചോദ്യം. ആ സമരത്തിന് ആരാണ് നേതൃത്വം കൊടുത്തത്? കീഴാള ജനതയാണ്. കീഴാള ജനസഞ്ചയത്തിന്റെ മുന്നേറ്റമായിരുന്നു ആ കർഷക സമരത്തിൽ കണ്ടത്. ഇന്ത്യൻ ജനസംഖ്യയിൽ ബഹുഭൂരിഭാഗം വരുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങളാണ്, പിന്നീട് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. സ്വാതന്ത്ര്യം കിട്ടി അന്ന് മുതൽ ഇന്നേ വരെയും, അതിന്റെ മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും ഈ ദളിത് ആദിവാസി ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് എത്രയോ അകറ്റി നിർത്തിക്കൊണ്ടാണ് ഈ രാജ്യം ഭരിക്കപ്പെട്ടത്. അവർ മനുഷ്യരെയല്ല, അവർക്ക് യാതൊരുവിധ മനുഷ്യാവകാശങ്ങളും പാടില്ല. അവർക്ക് ഈ രാജ്യത്ത് ഒരു തുണ്ട് ഭൂമി പാടില്ല. ദളിത് ആദിവാസികൾക്ക് അവർ താമസിപ്പിച്ച വനങ്ങളിൽ നിന്ന് അവരെ ആട്ടിയോടിക്കപ്പെടുന്നു. അവർക്ക് ഒരു തുണ്ട് ഭൂമിയില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ലാത്ത അവസ്ഥ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷം കഴിഞ്ഞിട്ടും ആദിവാസി ദളിത് വിഭാഗത്തിന്റെ സ്ഥിതി ഇതാണ് ഇന്ത്യയിൽ. പിന്നെ ഏത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? ഏത് ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? അത് ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ടുള്ള ഏർപ്പാടല്ല. കോൺഗ്രസിന്റെ 6 ദശകങ്ങളിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഭരണപ്രക്രിയയുടെ തുടർച്ചയാണിത്. ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട് അമർത്യ സെന്നിന്റെ. ദ ഗ്ലോറി ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള മറ്റൊരു പുസ്തകമുണ്ട് അമർത്യ സെന്നിന്റെ. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുന്നുണ്ട് അമർത്യ സെൻ. വാട്ട് ഈസ് ഡെമോക്രസി? എന്താണ് ഫ്രീഡം? എന്താണ് ജനാധിപത്യം? ചോദിക്കുന്നുണ്ട് ചോദ്യം മൻമോഹൻ സിംഗിനോടും മോഡിയോടും. അദ്ദേഹം മറുപടി ഇതേവരെ ആരും കൊടുത്തിട്ടില്ല. എന്തിനെയാണ് നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത്? ഇവിടെ ജനാധിപത്യം ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ ആധിപത്യമാണ്. ഇന്ത്യൻ ജനാധിപത്യം ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പാർലമെന്റിലെയോ നിയമസഭയിലെയോ മാത്രമല്ല. ഇന്ത്യൻ ജനതയെ സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ അണിനിരത്താൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി മതാധിഷ്ഠിതമായ ചിന്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ പിന്നിൽ അണിനിരത്തുക എന്നുള്ളത് ഫാസിസ്റ്റുകളെക്കാൾ കൂടുതൽ അറിയുന്നവർ വേറെ ഒരു വിഭാഗമില്ല. ഫാസിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാ മനുഷ്യനിലും ഒരു ഫാസിസ്റ്റ് കുടികൊള്ളുന്നുണ്ട് എന്ന്. മൊസോളിനിയുടെ പ്രസിദ്ധമായ വാചകമാണ് മാൻ ഈസ് എസെൻഷ്യലി എ ഫാസിസ്റ്റ്. അത് അവരൊക്കെ പഠിച്ചവർ വേറെ ആരുമില്ല. ഇന്ത്യയിൽ RSS അത് വളരെ വ്യക്തമായിട്ട് പഠിച്ചവരാണ്. ഫാസിസം എന്ന് പറഞ്ഞാൽ മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ആക്രമണോത്സുകതയോ അല്ലെങ്കിൽ വംശഹത്യയോ മാത്രമൊന്നുമല്ല ഫാസിസം. നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്ന വ്യത്യസ്ത ചിന്താഗതികൾ നമ്മുടേതായിട്ടുള്ള മേധാവിത്വത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഫലമായി മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നതും ഫാസിസമാണ്. വീട്ടിലും ഫാസിസ്റ്റുകളുണ്ട്, നാട്ടിലും ഫാസിസ്റ്റുകളുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഫാസിസ്റ്റുകൾ. ആ ഫാസിസ്റ്റ് മനോഭാവത്തിനെയാണ് ഇവര് പുഷ്ടിപ്പെടുത്തുക. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും സ്വേച്ഛാധിപത്യ പ്രവണതകളുണ്ട്. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. സ്റ്റാലിന്റെ കാലഘട്ടം നമ്മൾ കണ്ടതാണ്, മാവോയുടെ കാലഘട്ടം നമ്മൾ ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് ചരിത്രം ഒരുപാട് തവണ. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ, ഏകാധിപതിയാകാനുള്ള ഒരു വ്യഗ്രത ഏത് മനുഷ്യനിലുമുണ്ട്. ജനാധിപത്യവാദിയാകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതൊരു മഹാത്മാഗാന്ധി അതിനു വേണ്ടി ശ്രമിച്ചു, പലതരത്തിലുള്ള യുഗപുരുഷന്മാർ അതിനു വേണ്ടി ശ്രമിച്ചു. അങ്ങനെയുള്ളൊരു രാജ്യത്ത് വീണ്ടും നമ്മൾ ഏകശിലാരൂപത്തിലേക്കുള്ള ഒരു പാതയിൽ സഞ്ചരിക്കാനുള്ള ഈ മനഃപൂർവമായ ശ്രമം നടത്തുന്നത് RSSന്റെ വിജയമാണ്. അതിനെങ്ങനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷം ചിന്തിക്കേണ്ടത് ഗഹനമായി. അന്ധവിശ്വാസങ്ങളിലും യുക്തിരഹിത ചിന്തകളിലും വിശ്വസിക്കുന്ന നാടാണ് ഇന്ത്യ പണ്ടേ കാലം മുതൽക്ക്. രാമായണ കഥ അന്ന് മുതലേ പാടാൻ തുടങ്ങി, കഥകൾ പറയാൻ തുടങ്ങി. വാത്മീകിയുടെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിലും 300ഓളം രാമായണങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കഥ പറയപ്പെട്ടു. വ്യത്യസ്ത രീതിയിലുള്ള രാമായണം, ബഹുസ്വരതയുടെ രാമായണം, മാപ്പിള രാമായണം അടക്കമുണ്ടായി. ഓരോ രാമായണത്തിലും ഓരോ കഥകളുണ്ടായി. ആ കഥകളൊക്കെ വൈവിധ്യങ്ങളുടെ കഥകളായിരുന്നു. ആ കഥകളൊക്കെ വലിയ വ്യത്യസ്ത ചിന്താഗതികളുടെ കഥകളായിരുന്നു.
അങ്ങനെ വ്യത്യസ്തമായ രാമായണത്തിനെ എല്ലാം ലോകമാകമാനം പടർന്നു പന്തലിപ്പിച്ചിട്ടുള്ള ഒരു ഭൂഖണ്ഡത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഉപഭൂഖണ്ഡത്തിൽ എങ്ങനെ രാമൻ RSSന്റെ രാമനായി? വാത്മീകിയുടെ രാമൻ എവിടെ പോയി? അതല്ലേ പ്രസക്തമായ ചോദ്യം. ഇന്ത്യക്കാരൻ വാത്മീകിയുടെ രാമനിൽ വിശ്വസിക്കുന്നില്ല, RSSന്റെ രാമനിലാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ബോധത്തിനെ സംഘപരിവാർ ഇവിടെ വളർത്തിയെടുത്തു. അതിനെ തടയാൻ ഇടതുപക്ഷം മതേതര ശക്തികൾക്ക് വേണ്ടത്ര സാധിച്ചില്ല. അവിടെയാണ് കെ ദാമോദരനും ബാലറാമും EMS അടക്കമുള്ള ആൾക്കാർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബലം കിട്ടുക. അവരൊക്കെ തമ്മേ പറഞ്ഞിരുന്നു ദീർഘദർശിത്വത്തോട്. കെ ദാമോദരൻ സ്പഷ്ടമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്, ഫാസിസം ഇന്ത്യയിൽ വരും. ഈ പുരാണങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളിലൂടെയാണ് അവർ കടന്നു വരിക. ഇന്ത്യയുടെ ഐതിഹ്യങ്ങളെ, ഇന്ത്യയുടെ പുരാണങ്ങളെയൊക്കെ മിത്തുകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് കഥാപുരുഷന്മാരെ മുഴുവൻ ദുർവ്യാഖ്യാനിക്കും. രാമൻ ദുർവ്യാഖ്യാനിക്കപ്പെട്ടു. വാൽമീകി രാമായണത്തിലെ പല സന്ദർഭങ്ങളും അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അവർ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങളിലൂടെയാണ് ഫാസിസ്റ്റുകൾ എപ്പോഴും ലോകത്തിനോട് വർത്തമാനം പറയുക. ഹിറ്റ്ലർ അസാമാന്യനായ പ്രാസംഗികനായിരുന്നു, മുസോളിനിയുമായിരുന്നു. പക്ഷെ അവരുടെ പ്രസംഗത്തിലൊക്കെ ഹിറ്റ്ലറും മുസോളിനിയും ചില അടയാളങ്ങൾ കാണിക്കും, പലതരത്തിലുള്ള അടയാളങ്ങൾ. വാക്കുകളിലൂടെയാകാം, അല്ലെങ്കിൽ കൈകളുടെ ആക്ഷനിലൂടെയൊക്കെ ആകാം. ആ അടയാളങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അടയാളങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കും, ചിത്രങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കും. ഒരു പ്രാസംഗികൻ 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ജനമനസ്സിനെ സ്വാധീനിക്കാൻ ഒരു ചിത്രം ഒരു സ്ക്രീനിൽ കാണിച്ചാൽ മതി. അത് ഫാസിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ഹിറ്റ്ലർ സ്വസ്തിക എന്നുള്ള ആ അടയാളം 10,000-കണക്കിന് ജനങ്ങളുടെ മുന്നിൽ തന്റെ പ്രസംഗം കഴിഞ്ഞാൽ ഹിറ്റ്ലർ ഇങ്ങനെയാണ് കാണിക്കുക. ആ കാണിക്കൽ ഒരു അർത്ഥമുണ്ട്. ഈ ഭൂഖണ്ഡം മുഴുവൻ എൻ്റെ കൈപ്പിന്റെ ചുവട്ടിൽ, എല്ലാം എൻ്റെ ചുവട്ടിലാണ്. പിന്നെ ഒരു സല്യൂട്ട് ഉണ്ട്, ഫ്യൂററുടെ സല്യൂട്ട്. ഇതാണ് ഹിറ്റ്ലറുടെ സല്യൂട്ട്. അതാണ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എലോൺ മസ്ക് ചെയ്ത സല്യൂട്ട്. ഇതിലൂടെ കാണിക്കുന്നത് ഈ ജനവിഭാഗം എൻ്റെ കൈയിന്റെ കീഴിൽ. ഇത് അടയാളമാണ് ഫാസിസത്തിന്റെ. മുസോളിനിയുടെ ഏറ്റവും വലിയ അടയാളം മഴുവായിരുന്നു. മഴു എവിടുന്ന് കൊണ്ടുപോയി? ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്ന് കൊണ്ടുപോയി. 21 പ്രാവശ്യം ഈ ഭൂഖണ്ഡത്തിലെ ക്ഷത്രിയ വംശത്തിനെ മുഴുവൻ കൊലക്കിരയാക്കിക്കൊണ്ട് വംശഹത്യ നടത്തിയിട്ടുള്ള ആദ്യത്തെ യോദ്ധാവാണ്, അല്ലെങ്കിൽ അവതാര പുരുഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് പരശുരാമൻ. മഴു ഉപയോഗിച്ചിട്ടാണ് പരശുരാമൻ ഈ കൂട്ടക്കൊല നടത്തിയത്. പരശുരാമന്റെ ആയുധം മഴുവാണ്. വംശഹത്യ എന്നുള്ള വാക്ക് ലോകത്തിൽ ആദ്യം ഉപയോഗിക്കുന്നത് ഈ പുരാണങ്ങളാണ്. പരശുരാമൻ എന്നുള്ള കഥാപാത്രമാണ്. ഉന്മൂലന പ്രക്രിയ മുസോളിനി ചെയ്തത് ആ ഉന്മൂലനമാണ്, ഈ മഴ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ചില ആശയങ്ങൾ. അപ്പൊ ഈ പരശുരാമനെ അവതരിപ്പിക്കുക, ശ്രീരാമനെ അവതരിപ്പിക്കുക, പരശുരാമ കഥകൾ പ്രചരിപ്പിക്കുക. പരശുരാമനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. RSSുമായിട്ട് ബന്ധം, RSS ഉപയോഗിക്കുന്ന ഐതിഹ്യങ്ങൾ. മംഗലാപുരം തീരത്ത്, കടൽ തീരത്ത് പരശുരാമനിടയ്ക്ക് ധ്യാനത്തിലിരിക്കുന്നതൊക്കെ കൊങ്കൺ തീരം എന്നാ പറയുന്നത്. തീരത്ത് ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് പരശുരാമ ഗ്രന്ഥത്തിലല്ല, RSS ഡോക്യുമെന്റ്സിൽ ഇടയ്ക്ക് പരശുരാമനെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ 10-15 ശവശരീരങ്ങൾ കടൽ തീരത്ത് വന്നടിഞ്ഞു. ആ ശവശരീരങ്ങളെ എടുത്ത് പരശുരാമൻ ചിതയിലിട്ട് സംസ്കരിച്ചു. എന്നിട്ട് അതിനെ ജീവിപ്പിച്ചു. ചിതയിലിട്ട് സംസ്കരിച്ചു. ചിത് പവൻ, മനസ്സിനെ ശുദ്ധീകരിച്ചു. മനസ്സ് ചിത് പവൻ. അങ്ങനെ ചിത് പവൻ, മനസ്സിനെ ശുദ്ധീകരിച്ച് ജീവിപ്പിക്കപ്പെട്ടവരാണ് ചിത്തവൻ ബ്രാഹ്മണന്മാരായത്. ഇന്ത്യൻ ബ്രാഹ്മണരിൽ ഏറ്റവും ശ്രേഷ്ഠ ബ്രാഹ്മണന്മാരാണ് ചിത്തവൻ ബ്രാഹ്മണന്മാർ. ഇപ്പൊ മാത്രമല്ല, കഴിഞ്ഞ ഒരു 600 കൊല്ലമായിട്ട് കണക്കാക്കപ്പെടുന്നത് അതാണ്. RSSന്റെ സർസംഘചാലക് ഹെഗ്ഡേവാർ മുതൽ മോഹൻ ഭാഗവത് വരെ ചിത്തവൻ ബ്രാഹ്മണന്മാർ. ബാലേ സാഹബ് ദേവറസ് ഒഴികെ ചിത്പവൻ ബ്രാഹ്മണന്മാർ അവരുടെ സ്വന്തം ധാരണ അവരെക്കാൾ ശ്രേഷ്ഠന്മാരൊന്നുമില്ല, അവരെക്കാൾ വംശീയ ആധിപത്യത്തിന് അർഹരായിട്ടുള്ളവർ ഒന്നുമില്ല.
ആ പരശുരാമൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചിത്പവൻ ബ്രാഹ്മണന്മാർ മെല്ലെ കുടിയേറി പൂനെ പ്രദേശത്തേക്ക് 1600കളുടെ അവസാനമൊക്കെ കുടിയേറിപ്പോയി. അന്ന് ഛത്രപതി ശിവജി അവിടെ ഭരിക്കുന്ന സമയമാണ്. മറാഠ സാമ്രാജ്യം, ശിവജിയുടെ അവസാന കാലഘട്ടങ്ങൾ, മകൻ സംഭാജി റാവു അധികാരം നിൽക്കുന്ന സമയം. അപ്പോഴാണ് ഇവിടെ നിന്ന് പോയ ചിത്പവൻ ബ്രാഹ്മണന്മാർ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി ചക്രവർത്തിയുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ച് ഈ ചക്രവർത്തിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു. പേശവ എന്ന പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ പേര്. വിശ്വനാഥ ഭട്ട് എന്ന് പറയുന്ന ചിത്പവൻ ബ്രാഹ്മണന്മാർ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ഏതാണ്ട് 100 കൊല്ലം അതിസമൃദ്ധിയുടെ, ഏറ്റവും വലിയ അധികാരത്തിന്റെ, ഏറ്റവും വലിയ അധീശത്വത്തിന്റെ പ്രതീകമായി ഈ പേശവാസ് ചിത്പവൻ ബ്രാഹ്മണന്മാർ. അവരുടെ അധികാരവും സമ്പത്തും അവർക്ക് നഷ്ടപ്പെടുന്നത് പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയിട്ടാണ്. ആ അധികാരവും സമ്പത്തും എല്ലാവിധത്തിലുള്ള അതീശ മേധാവിത്വമായിട്ടുള്ള എല്ലാവിധ ശക്തികളും നഷ്ടപ്പെട്ടതിൻ്റെ പകയും വിദ്വേഷവുമാണ് അവരെ മറ്റുള്ളവർക്കെതിരായി അപരനെ സൃഷ്ടിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിനെ രൂപീകരിക്കാൻ അവരെ നിർബന്ധിച്ചത്. ആ വേദന ഇപ്പോഴും ചിത്പവൻകാർക്കുണ്ട്. ഞങ്ങൾ ഭരിക്കേണ്ട രാജ്യമാണ് ഇന്ത്യ. അവരുടെ RSS ഡോക്യുമെന്റിൽ അതൊക്കെ കാണാം. കൊങ്കണസ്ഥ ബ്രാഹ്മൺസിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അതാണ് ഇപ്പോഴും പറയുന്നത്. ചിത്പവൻ ബ്രാഹ്മണന്മാരാണ് ഏറ്റവും ശ്രേഷ്ഠർ. കുറച്ചുകൂടി മുന്നോട്ട് പോയാലോ, പുറകിലോട്ട് സഞ്ചരിച്ചാലോ, മഹാത്മാഗാന്ധിയുടെ വരവിന് മുൻപ് ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ നേതൃത്വം ഏറ്റെടുക്കുന്ന സമയത്ത് തിലകന് ശേഷം ലാൽ ബാൽ പാൽ, ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്, ഇങ്ങനെ ത്രിമൂർത്തികളുടെ കാലഘട്ടം. തിലകൻ ചിത്പവൻ ബ്രാഹ്മണനാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഉജ്ജ്വലമായ നേതൃത്വമൊക്കെ തിലകൻ കൊടുത്തുവെങ്കിലും ബാലഗംഗാധര തിലകൻ ഈ പറഞ്ഞ ജാതിയുടെ കാര്യത്തിൽ യാഥാസ്ഥിക ചിന്താഗതിക്കാരനായിരുന്നു, അഗാധ പണ്ഡിതനായിരുന്നു. ജയിലിൽ കിടക്കുമ്പോഴാണ് ഗീതാരഹസ്യം എന്ന് പറയുന്ന വലിയ ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതുന്ന ബാലഗംഗാധര തിലകൻ. ഒരൊറ്റ പുസ്തകം റെഫർ ചെയ്യാതെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ വലിയ ബൃഹത്തായ സീക്രട്സ് ഓഫ് ഭഗവത്ഗീത എന്നുള്ള ഗ്രന്ഥം എഴുതുന്നത്. അപാര പണ്ഡിതനാണ്. പക്ഷെ ചിന്താഗതി ഇതും തരത്തിലുള്ള ചിന്താഗതിയാണ്. അപ്പൊ അന്ന് മുതലേ ചിത്പവൻ ബ്രാഹ്മണന്റെ ആധിപത്യം തുടങ്ങി. ഇപ്പോഴും അത് തന്നെയാണ്. ആ ബ്രാഹ്മണ്യമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ ബ്രാഹ്മണ്യം ഭരിക്കുന്ന ഇന്ത്യയിലേക്ക് അവരുടെ മുഖ്യ ലക്ഷ്യമെന്താ? പഴയതിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുക. പഴയ വേദകാലഘട്ടം, യജ്ഞഹോമാദികളുടെ കാലഘട്ടം, മന്ത്രസ്തോത്രങ്ങളുടെ കാലഘട്ടം. ജനാധിപത്യം എന്നുള്ള വാക്കിനോട് അവർക്ക് അലർജിയാണ്. സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന്, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് വിഡ്ഢികളാണ് എന്ന് എഴുതി വെച്ചാളുടെ പേരാണ് മുസോളിനി. മനുഷ്യമോചനത്തിന് ഏറ്റവും ഉപകരിക്കുന്ന വാക്കാണ് ഫാസിസം. ഫാസിസം ആത്മീയതയാണെന്ന് മുസോളിനി എഴുതി വെച്ചു. അത് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് പരിപാലിച്ചു പോരുന്നത്. അപ്പോൾ ഭരണഘടനയ്ക്ക് സ്ഥാനമില്ല, ജനാധിപത്യ സമ്പ്രദായങ്ങൾക്ക് സ്ഥാനമില്ല. ഒരു തരത്തിലുള്ള മാനവികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനോ മാനവികമായിട്ടുള്ള മുന്നേറ്റത്തിനോ ഉപകാരപ്രദമായ ഒരു ആശയങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുക്കില്ല. ഇന്ത്യയുടെ ജാതി എന്ന് പറയുന്ന ഈ ഭീകര സ്വത്വം, അതിനെ ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു ഭൂതമായിട്ട് ആവിഷ്കരിച്ചത് അംബേദ്കറാണ്. ദ മോൺസ്റ്റർ ദാറ്റ് ഈസ് കാസ്റ്റ് എന്നാണ് അംബേദ്കർ പറയുന്നത്. ആ കാസ്റ്റിസം ഇന്ത്യയിൽ ഇപ്പോൾ വർദ്ധിച്ചു എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. മതം പിന്നെയും സഹിക്കാം, ജാതിയാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ജാതിബോധം. ആ ജാതിബോധത്തിനെതിരായിട്ടാണ് ഗുരുദേവനും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും മഹാത്മാഫൂലെയും കർണാടകയിൽ ബസവണ്ണനും ഒക്കെ പ്രവർത്തിച്ചിട്ടും ഇപ്പോഴെന്തായി? ആ നവോത്ഥാന നായകന്മാരുടെ ചിന്താഗതികളെ പോലും അവഗണിച്ചുകൊണ്ട് അവരുടെ ദർശനങ്ങളെ മുഴുവൻ അവരിൽ നിന്ന് ആ ദർശനങ്ങളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് തികഞ്ഞ ജാതിബോധത്തിൻ്റെ സാമുദായിക ചിന്താഗതികളുടെ ഈ ഒരു വലിയ ജനതയായി ഇന്ത്യൻ സമൂഹം മാറി. അതുണ്ടാക്കിയത് ഈ സംഘപരിവാർ കുടുംബാംഗങ്ങളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഗുരുദേവൻ, ആ ഗുരുദേവൻ തന്നെ ഒരു പ്രത്യേക ജാതിയുടെ നേതാവായിട്ട് മാറ്റിയവർ. പക്ഷെ അതിന് ഒറ്റ മലയാളിയും അതിനെതിരായിട്ട് പ്രതികരിച്ചിട്ടില്ല.
ഒറ്റ മലയാളി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ സംഘടിതമായ പ്രക്ഷോഭം അതിനെതിരായിട്ട് വന്നില്ല. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു ജാതിയും വേണ്ട, മതവും വേണ്ട, ദൈവവും വേണ്ട. അങ്ങനെ പറയാൻ ഇപ്പം പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? കേരളമടക്കം പുരോഗമിക്കുകയാണോ പിന്നോട്ടാണോ ആലോചിക്കുക. ഇടതുപക്ഷ ഗവൺമെന്റാണ് ഭരിക്കുന്നതെങ്കിലും മാനസികമായി ബൗദ്ധികപരമായി കേരളം പിന്നോട്ടാണ്. ചിന്താപരമായി പിന്നോക്കമാണ്. യാഥാസ്ഥികവാദം കൊടികുത്തി വാഴുകയാണ്. നരബലി അടക്കം കേരളത്തിൽ നടക്കുന്നു. മന്ത്രവാദവും അന്ധവിശ്വാസവും തടയാൻ ബില്ല് കൊണ്ടില്ല എന്നൊക്കെ പറയുന്നു കേരളത്തിലടക്കം. വാട്ട് ഈസ് ഹാപ്പനിങ്? ചിന്തിക്കണ്ടേ നമ്മൾ മതേതരത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ? ഇത് ഗഹനമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാക്കണ്ടേ? ഏതാമോദരന്റെ പ്രസിദ്ധമായൊരു പ്രബന്ധമുണ്ട്, മാനസിക അടിമത്തത്തിന് വിധേയമാകരുത്, മസ്തിഷ്കം പണയം വെക്കരുത്. ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും മസ്തിഷ്കം പണയം വെച്ചത്, സ്വന്തം ചിന്താഗതിയില്ല. നേതാവ് എന്ത് പറയുന്നു അത് തന്നെ എന്ന് പറയുന്ന അനുയായികളാ കൂടുതൽ. അവര് വിമർശിക്കാൻ പഠിപ്പിച്ചവര്. വിമർശനാവബോധത്തിന്റെ അങ്ങേറ്റത്തെ തീവ്ര നിലപാടെടുത്ത ആളാണ് കെ ദാമോദരൻ. തനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള നിലപാടുകളെ കുറിച്ച് ഗഹനമായി പഠിച്ചുകൊണ്ട് പാർട്ടി കമ്മിറ്റികളിലും മറ്റുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിലുമെല്ലാം തന്റെ അഭിപ്രായം അസന്നിഗ്ധമായി പറയും. ദാമോദരനെ ചരിത്രകാരന്മാരെ വിളിച്ചത് ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്ന ആന്തരിക വിമർശകൻ. ആന്തരിക വിമർശകനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടേണ്ടി വന്നത്. പക്ഷെ അദ്ദേഹം നടത്തിയ സംവാദം, അന്നത്തെ പൂർവ്വസൂരികൾ മുഴുവൻ നടത്തിയിട്ട സംവാദങ്ങൾ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അടക്കം ഈ പറയുന്ന യാഥാസ്ഥികത്വത്തിനെതിരെ വസ്തുനിഷ്ഠമായിട്ടുള്ള സഞ്ചാരങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അതിനെതിരായിട്ട് നീതിബോധത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വിചാരങ്ങളായിരുന്നു. അപ്പൊ അന്ധവിശ്വാസത്തിനെയും യുക്തിരഹിത ചിന്തകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് RSS നടത്തുന്ന ഈ പ്രക്രിയ തുടങ്ങിയിട്ട് അവർ ജനിച്ചിട്ട് 100 കൊല്ലമായിട്ടേ ഉള്ളൂ എങ്കിലും ഇന്ത്യയിൽ ഈ ബ്രാഹ്മണ്യം ഇത് അനുവർത്തിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. അതിപ്പോഴും ഇന്ത്യയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അവിടെയാണ് അംബേദ്കർ പറയുന്നത്, ഹിന്ദു മതത്തിന്റെ ജാതിബോധം തകർന്നല്ലാതെ ഈ രാജ്യം രക്ഷപ്പെടുകയില്ല. അതുകൊണ്ടാണ് മനുസ്മൃതി കത്തിക്കുന്നത്. ആ മനുസ്മൃതി കത്തിക്കാൻ അംബേദ്കർ 3 ഇഞ്ച് ആഴത്തിലുള്ള ഒരു കുഴി കുഴിച്ച് അതിൽ മനുസ്മൃതി എന്നുള്ള ഗ്രന്ഥം വെച്ച് അതിന്റെ 3 വശത്ത് 3 ബാനർ എഴുതി വെച്ചു. ഉച്ചനീചത്വം തുലയട്ടെ, മനുസ്മൃതിയുടെ നാശം, തൊട്ടുകൂടായ്മ ബ്രാഹ്മണ്യം അവസാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ 3 ബാനർ എഴുതി വെച്ച് ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴാണ് ചെറിയ പന്തലിൽ, ആ പന്തലിൽ ഒരു ഫോട്ടോ തൂക്കിയിട്ടു. ഒറ്റയുള്ള ഫോട്ടോ അംബേദ്കർ അവിടെ തൂക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വേണമെങ്കിൽ കണ്ടോളൂ എന്നാണ് പറഞ്ഞത്. ഗാന്ധിയും അംബേദ്കറും കർശനമായ ആശയ സംവാദങ്ങളായിരുന്നു. എതിർത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ജാതിയെക്കുറിച്ച്, സമൂഹത്തിനെ കുറിച്ച്, രാഷ്ട്രീയത്തിനെ കുറിച്ച് കർശനമായ നിലപാടുകളായിരുന്നു രണ്ടുപേരുടെയും. ഗഹനമായ സംഭാഷണങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങളാണ് ഗാന്ധി അംബേദ്കർ ടോക്സ്. ഇന്നിപ്പോ ആരാശയ സംവാദം നടത്തുന്നു? ഏത് ടോക്ക് നടത്തുന്നു? അന്ന് ഗാന്ധി അംബേദ്കർ സംവാദത്തിലൂടെ ഇന്ത്യൻ സമൂഹം പുതിയ ചിന്തകളെ ഉൾക്കൊള്ളാൻ തുടങ്ങി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും അംബേദ്കറോട് സംവാദത്തിന് തയ്യാറായിരുന്നില്ല. ഗാന്ധി ഒരൊറ്റ ആള് മാത്രം ആ സംവാദത്തിന് തയ്യാറായത്. കാരണം ഗാന്ധി അംബേദ്കർ പോലും ബഹുമാനിച്ച മഹാനായ വ്യക്തിയായിരുന്നു. പക്ഷെ ഗാന്ധിജിയുടെ അഭിപ്രായങ്ങൾ അംബേദ്കർ നഖശികാന്തം എതിർക്കുകയും ചെയ്തു. 22-ാമത്തെ വയസ്സിൽ 32 ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയ വേൾഡ് ഫേമസ് സ്കോളർ, അതാണ് B.R. അംബേദ്കർ. അന്നും ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധ സർവകലാശാലകളായിരുന്ന കൊളംബിയ സർവകലാശാലയിൽ നിന്നും ഓക്സ്ഫോർഡിൽ നിന്നും കേംബ്രിഡ്ജിൽ നിന്നൊക്കെ പൊളിറ്റിക്കൽ സയൻസിലും ഇക്കണോമിക്സിലും ഹിസ്റ്ററിയിലൊക്കെ PhD എടുത്തിട്ടുള്ള മഹാപണ്ഡിതൻ. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, കാസ്റ്റ് പ്രിജുഡൈസ് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ട് ലോകത്തിനെ വിറപ്പിച്ചിട്ടുള്ള ചെറുപ്പക്കാരന്റെ ഗഹനമായ ഭാഷ്യം, ഗഹനമായ ചിന്തകളെ ഉൾക്കൊള്ളാൻ പലപ്പോഴും ദേശീയ പ്രസ്ഥാനത്തിന് പോലും സാധിച്ചില്ല. ഒരു സമൂഹത്തിലെ വരേണ്യ വിഭാഗം സംഘടിപ്പിച്ചൊരു സെമിനാറിൽ പ്രസംഗിക്കാൻ അംബേദ്കറിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധമാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. വിശ്വപ്രസിദ്ധമായ പ്രബന്ധം. പക്ഷെ അത് ആദ്യം എഴുതി കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് തെറ്റ് തിരുത്തിയിട്ട് നിങ്ങൾക്ക് തരാം, അത് വന്ന് പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അംബേദ്കർ പറഞ്ഞു അതിന് എന്നെ കിട്ടില്ല.
സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ആ പേപ്പർ പ്രസിദ്ധീകരിച്ചു, പ്രിന്റ് ചെയ്തു. എന്നിട്ട് ആ പേപ്പറിന് അദ്ദേഹം വിലയിട്ടു 8 അണ. അന്ന് 8 അണ വലിയ സംഖ്യയാണ്. ഇപ്പൊ മഹാത്മാഗാന്ധി പരിഹസിച്ച് എഴുതി 4 അണയുടെ വിലയേ ഉള്ളൂ അതിന്. അപ്പൊ അംബേദ്കർ മറുപടി എഴുതി, മഹാത്മാവിന് പിന്നീട് ബോധ്യമാകും അതിന്റെ വില. ഇതൊക്കെ വലിയ ചരിത്ര മുഹൂർത്തങ്ങളാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ. അവസാനം ഗാന്ധിജിക്കും സമ്മതിക്കേണ്ടി വന്നു ജാതി മേധാവിത്വത്തിന്റെ ക്രൂരതകളെ കുറിച്ച്. അത് വൈക്കം സത്യാഗ്രഹത്തിൽ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടു, ഗുരുദേവനുമായിട്ടുള്ള സംവാദങ്ങളിലൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അന്നേ തുടങ്ങിയിട്ടുണ്ട് യാഥാസ്ഥിക ചിന്തകൾക്കെതിരെ, മതാധിഷ്ഠിത സമീപനങ്ങൾക്കെതിരെ.